ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ സംസാരത്തിൽ വ്യക്തത കുറവ് വരുന്ന ഒരു ശബ്ദത്തെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ അത് എപ്പോഴാണ് നോർമലായിട്ട് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം കുട്ടികളുടെ സംസാരത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ശബ്ദമാണ് രണ്ടോ മൂന്നോ ശബ്ദങ്ങൾ ചേർന്ന് വരുന്ന ക്ലസ്റ്റേഴ്സ്. ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ശബ്ദങ്ങൾ കമ്പൈൻ ചെയ്ത് വരുന്ന വാക്കുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പൂൺ എന്ന് പറയുന്നതിന് പകരം പൂൺ എന്ന് പറയാം. അതുപോലെ തന്നെ സ്കൂളിന് പകരം കൂള്, ക്ലീൻ എന്ന് പറയുന്നതിന് പകരം കീൻ. ഇതുപോലുള്ള എറേഴ്സിനെ നമ്മൾ പറയുന്നതാണ് ക്ലസ്റ്റർ റിഡക്ഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ എപ്പോഴാണ് അത് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതുവരെയാണ് അത് നോർമൽ ആയിട്ടുള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. സ് ശബ്ദം ചേർന്ന് വരുന്ന ക്ലസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള എക്സാമ്പിളിൽ വരുന്ന സ്പൂൺ, സ്കൂൾ, ബിസ്ക്കറ്റ്, ഇങ്ങനെ സ് ശബ്ദം കൂടെ ചേർന്ന് വരുന്ന ക്ലസ്റ്റേഴ്സ് 5 വയസ്സാവുന്നതോട് കൂടിയിട്ടാണ് കുട്ടികളിൽ നോർമൽ ആയിട്ട് വരേണ്ടത്. അതുവരെ അവർക്ക് ഇത് പറയാൻ കിട്ടിയില്ലെങ്കിലും അതൊരു ഫോണോളജിക്കൽ പ്രോസസ് ആണ്. 5 വയസ്സാവുന്നതോട് കൂടിയിട്ട് കുട്ടികളിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരണം. ഇനി സ് അല്ലാതെ വരുന്ന ക്ലസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലീൻ, ക്ലീനിന് പകരം കുട്ടികൾ കീൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഗ്ലാസിന് പകരം ഗാസ്, പ്ലേറ്റിന് പകരം പേറ്റ്, ട്രക്കിന് പകരം ടക്ക്. ഇതുപോലുള്ള എറേഴ്സ് ഒക്കെ 4 വയസ്സ് വരെ നോർമൽ ആണ്. കുട്ടികൾക്ക് 4 വയസ്സ് വരെ ഇത് പറയുമ്പം ഇതുപോലെ ഒമിറ്റ് ചെയ്ത് പോകും, അവര് ക്ലസ്റ്റേഴ്സ് ഒമിറ്റ് ചെയ്ത് പോകും. പക്ഷെ 4 വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള വാക്കുകൾ അവർക്ക് ശരിയായിട്ട് പറയാനായിട്ട് കഴിയണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്തരത്തിലുള്ള എറേഴ്സ് കാണുകയാണെങ്കിൽ, അതായത് 4 വയസ്സിന് ശേഷവും ഇതുപോലത്തെ ക്ലസ്റ്റേഴ്സ് കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല, അതുപോലെ 5 വയസ്സിന് ശേഷവും സ ശബ്ദം ചേർന്ന് വരുന്ന ക്ലസ്റ്റേഴ്സ് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഉടനെ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് തേടുക. അപ്പൊ ഇത്തരത്തില് സംസാരത്തില് വ്യക്തത കുറവുള്ള കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ DM ചെയ്തോളൂ.